ഡോക്ടർ VS വിജയൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അദ്ദേഹം മാധവ് ഗാഡ്ഗിലുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ്. ശ്രീ VS വിജയൻ, ഇപ്പോൾ വളരെ ദുഃഖകരമായ ഒരു വാർത്ത, മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ നമുക്കറിയാം പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ കൊണ്ടുപോകണം എന്നതിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിനാകെ നൽകിയ ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ അത് അതേ രീതിയിൽ തന്നെ ആളുകൾ അതിനെ ഏറ്റെടുത്തു എന്നുള്ള കാര്യം കൂടി സംശയമുണ്ട്. എന്തായാലും അദ്ദേഹം വിടവാങ്ങുമ്പോൾ വലിയൊരു ദുഃഖം അല്ലെങ്കിൽ ഒരു വലിയ നഷ്ടം തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകളുടെ കാര്യത്തിലൊക്കെ ഇത്രയധികം ശ്രദ്ധാലുവും ഇത്രയധികം വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള ഒരാളെ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് നിസ്സംശയം പറയാമല്ലേ? കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ VS വിജയൻ, എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ, മാധവ് ഗാഡ്ഗിലിനെ? മാധവ് ഗാഡ്ഗിൽ ഞാനുമായിട്ടുള്ള ബന്ധം 1975 തുടങ്ങിയതാണ്. 9 വർഷമായി. അദ്ദേഹം ആദ്യം ഞാൻ പരിചയപ്പെടുമ്പോൾ ഞാൻ എൻ്റെ തീസിസ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് തീരുന്നതിന് മുമ്പ് പുള്ളി എന്നെ വിളിച്ച് ഡോക്ടർ സലിമാനുള്ള സമയമാണ്, അദ്ദേഹത്തോട് പറഞ്ഞ് എന്നെ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മണ്ടിപ്പൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പോകുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ അന്നത്തെ ഉദ്ദേശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബണ്ടിപ്പൂറും മുതുമലയും വയനാടും കൂടി ചേർത്തെടുത്ത് ഒരു ദേശീയ ഉദ്യാനം ഉണ്ടാക്കണമെന്നുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അതിന്റെ സർവേക്ക് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ അതിന് അന്ന് കേരളത്തിൽ നിന്ന് ഡോക്ടർ സതീഷ് ചന്ദ്രൻ നായർ ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം ഞാനും പിന്നെ ഒരു വിജയകുമാർ, അദ്ദേഹം തൃശ്ശൂരുണ്ട്. ഞങ്ങൾ 3 പേരാണ് കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നത്. അപ്പോ അത് തുടർച്ചയായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. പിന്നീട് അതിൽ നിന്നാണ് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അത് ജയറാം രമേശ് നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. പശ്ചിമഘട്ടത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിന്റെ സംരക്ഷണം എങ്ങനെയായിരിക്കണം, അതിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും ഒക്കെ ചോദിച്ചിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ പിന്നീട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ തോന്നുന്നില്ല ഈ അവസ്ഥ. ഏതായാലും പക്ഷെ ആ റിപ്പോർട്ട് നിർഭാഗ്യവശാൽ ഗവൺമെന്റ് അംഗീകരിച്ചില്ല. അതിന്റെ മുകളിൽ വേറെ കമ്മിറ്റി വെച്ചു. അതങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് പോയി. അതാണ് വിശേഷം. പക്ഷെ മാധവ് ഗാഡ്ഗിൽ വാസ് എൻ ഔട്ട്സ്റ്റാൻഡിംഗ് സയന്റിസ്റ്റ് വിത്ത് ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ. അദ്ദേഹം പല ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, പത്മവിഭൂഷൺ വരെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല അവാർഡ്സും ഉണ്ട്. അക്കാഡമിക് ലെവലിൽ ഒരുപാട് അവാർഡ്സ് ഉണ്ട്. ബേസിക്കലി ഹി വാസ് എവല്യൂഷണറി സയൻസ്. പക്ഷെ അത് ഇവിടെ വന്നതിന് ശേഷമാണ് പുള്ളി പ്രകൃതിയിലേക്ക് കടന്നതും. പിന്നെ മുഴുവൻ പ്രകൃതി സംരക്ഷണമായിരുന്നു വിഷയം. അത് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മരണം വയസ്സിപ്പോ അദ്ദേഹത്തിന് 83-84 ആയിക്കൊണ്ട് തോന്നും. പക്ഷെ അകാല മരണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് എന്നെ സംബന്ധിച്ചോളം ഒരു നല്ല സുഹൃത്തും നാടിനെ സംബന്ധിച്ചോളം പ്രകൃതിയെ സംരക്ഷിക്കാൻ ഉള്ള ഒരു ടീമിന്റെ ക്യാപ്റ്റൻ എന്നേ പറയുള്ളൂ.
വളരെയധികം നന്ദി ഡോക്ടർ VS വിജയൻ ഈ അവസരത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചത്. ഇനിയും ഒരുപാട് അധികം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായുള്ള പോരാട്ടത്തിൽ ചെയ്യാൻ ബാക്കി വെച്ചുകൂടിയാണ് ശ്രീ മാധവ് ഗാഡ്ഗിൽ യാത്രയാകുന്നത് എന്നുള്ളത് കൂടിയാണ്.